കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നല്ല കോമഡി ഉണ്ട്. പിന്നെന്താ പറയുക, അടിപൊളി. ഞാൻ ലൊക്കേഷനിൽ കണ്ടിട്ടുള്ളതാണ് അവൻ്റെ ആക്ടിങ്. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാ. ആളുടെ കണ്ടു കൊള്ളാം. നല്ല എല്ലാവരും ഒന്നിനൊന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുറവും ഇല്ല ആർക്കും. ഉദ്ദേശിച്ച പോലെ എല്ലാവർക്കും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി എല്ലാം ഉണ്ട്. എല്ലാവർക്കും വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും കാണണമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മുടെ അഭികളുമാനും നല്ല കണ്ടിട്ട് അഭിപ്രായം പറ. നല്ല രസമുള്ള പടം. റാഫിക പറയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഹ്യൂമർ അടിച്ചുപൊളിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് ഒരു ട്രാക്ക് മാറ്റിയിട്ടുള്ള ഒരു പരിപാടി. അതെ അതെ അതെ, ട്രാക്ക് മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് റാഫികയോട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയിൽ യുവതലമുറയ്ക്ക് ഒരു നല്ലൊരു മെസ്സേജാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നടക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ കൊച്ചിയിൽ കുറച്ച് മൊത്തത്തിൽ നടക്കുന്ന പരിപാടി കാണിച്ചു. റാഫികയുടെ മോൻ്റെ ആദ്യമാണല്ലോ. അതെ അതെ അതെ. അപ്പം നല്ല ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു പറയുന്നുണ്ട് ആൾക്കാർ. അല്ല, തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കുറേ കഷ്ടപ്പെട്ട ആളാണ്. അടിപൊളിയാണ്. വരുമ്പോൾ എല്ലാവരും കോമഡിയാണെന്ന് വിചാരിക്കും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് അവരുടെ കൂട്ടുകെട്ടിൽ പുതിയൊരു വേറൊരു ജേണർ, അത് പ്രത്യേകിച്ച് ഒരു ത്രില്ലർ ജേണർ വന്നേക്കാണ്. പിന്നെ മലയാള സിനിമയ്ക്ക് ഒരു നായകനെ കൂടി കിട്ടി. കാരണം മൂവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, പിന്നെ ഇത് കോമഡി ഇല്ലാന്ന് വിചാരിക്കേണ്ട, അതിനകത്ത് അത്യാവശ്യത്തിന് കോമഡി ഉണ്ട്. നല്ല മെസ്സേജ് ഉണ്ട്. അത് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അതിൻ്റെ സസ്പെൻസും കാര്യങ്ങളും അതാണ്. ആ തിയേറ്ററിൽ ഒന്ന് കാണുക. യുവതലമുറയ്ക്കൊരു മെസ്സേജും കൂടിയാണ് ഈ സിനിമ. കാണുക. എന്തായാലും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കാണുക. അത് കുഴപ്പമില്ല, രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മെയിനായിട്ട് പറയേണ്ടത് ഇതിൽ റിയാസ് ഖാൻ്റെ അടിച്ചു കയറി വരും. പള്ളി കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഞങ്ങൾ എല്ലാം കഷ്ടപ്പെട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടി. ഒത്തിരി സന്തോഷം. അതെ അതെ അതെ, ആദ്യമായിട്ടാണ് ഞാൻ ആഷിക ഡയറക്ഷൻ അഭിനയിക്കുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തിയേറ്ററിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം. അടിമകളായിട്ട് യുവതലമുറ ഇന്ന് മാറുന്നു എന്നുള്ളത് നമ്മൾ പത്രമാധ്യമത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു പ്രചോദനം യുവതലമുറയ്ക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു ചിത്രമാണ്. അങ്ങനെ ഫുള്ളി കോമഡി പരിപാടി അല്ല. കഥ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഫുള്ളി കോമഡി പരിപാടി അല്ല. അത് ഒരിക്കലും തോന്നരുത് അങ്ങനത്തെ ഒരു പരിപാടിയാണെന്നുള്ളത്. ഇത് എല്ലാതുണ്ട്. നമ്മളെ ഈ പറഞ്ഞ പോലെ ചില സിറ്റുവേഷനിലൊക്കെ അങ്ങനെ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കുറേ തമാശകൾ ഉണ്ടെന്നുള്ളൂ. അല്ലാതെ ഫുള്ളി കോമഡി പരിപാടി അല്ല. നിങ്ങൾക്ക് കണ്ടിഷ്ടമായി? നിങ്ങളൊക്കെ കണ്ടോ? കാണുമ്പോൾ കണ്ടിട്ട് പറയൂ, എങ്ങനെയുണ്ടെന്ന് പറയൂ. വർക്കിംഗ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും കാണാമെന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് വരുന്നു. വെരി ഹാപ്പി, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖമാണെന്നുള്ളൊരു തോന്നില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയാ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ? അല്ല, ഒരു വ്യത്യാസമുണ്ട് ശരിക്കും. പറഞ്ഞേ, ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. വരട്ടെ അടുത്ത നായകൻ. മൊത്തത്തിൽ പടം ഒരു ഹ്യൂമർ മാത്രമല്ല, ഹ്യൂമറും ഭയങ്കര സീരിയസ് സബ്ജക്റ്റും ഒക്കെ നല്ല രീതിയിൽ. നല്ല ചിരിക്കാനും ഉണ്ട്, നല്ല ഹ്യൂമറും, നല്ല പടം.